ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. ചില ആളുകളെങ്കിലും പറയും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓർത്ത് നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നമുള്ളവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, കുടുംബത്തിലെ പ്രശ്നമുള്ളവർ, സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർ, കരിയറിൻ്റെ പ്രശ്നമുള്ളവർ, ബുദ്ധിപരമായ പ്രശ്നമുള്ളവർ, അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഒരു 12 കാറ്റഗറിയിലേക്ക് ഒതുക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആ 12 കാറ്റഗറിയിൽ ഒന്നായിരിക്കും നിങ്ങളുടെ പ്രശ്നം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രശ്നം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും അതിന് ലളിതമായ പരിഹാരങ്ങളും പലപ്പോഴും പ്രശ്നങ്ങളിൽ പെടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന ആളുകളാണ് അവസാനം പോയിട്ട് ആത്മഹത്യയിൽ വരെ എത്തിവിടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് അത് കലാശിക്കുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പഴയ കാലത്ത് സത്യം പറഞ്ഞാൽ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. വാഹന സൗകര്യങ്ങളില്ല, വലിയ വീടുകളില്ല, കറണ്ടില്ല. അങ്ങനെ പഴയ കാലം എന്ന് പറഞ്ഞാൽ 10, 40, 50 വർഷം എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരുപാട് സൗകര്യങ്ങളിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും സന്തോഷമായിരിക്കും, ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി എന്നുള്ളതാണ്. പക്ഷേ കാലം ഇങ്ങനെ മാറി, സൗകര്യങ്ങൾ ഇങ്ങനെ കൂടി, സാമ്പത്തികം ഇങ്ങനെ കൂടുമ്പോൾ പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എല്ലാവരും മാനസിക പ്രശ്നത്തിലാണ്, പല പല പ്രശ്നങ്ങളിലാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ശരിക്കും സ്ട്രെസ്സാണ്. ശരിക്കും മാനസിക പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ജോലി സ്ഥലത്ത് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്, പിയർ ഗ്രൂപ്പിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. എല്ലായിടത്തും സ്ട്രെസ്സാണ് താങ്ങാൻ പറ്റാത്ത ഭാരമായി മാറുന്നു. അങ്ങനെ വരുന്നത് ആങ്സൈറ്റിയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതക്രമമാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വലിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിതിൽ പരിശീലിക്കേണ്ടത്. അതിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാവുന്നത് മാനസികമായ ഉല്ലാസങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇഷ്ടമില്ലാത്ത ജോലിക്ക് ആർക്കോ വേണ്ടി നിർബന്ധമായിട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ദിവസവും ഒരല്പസമയം മനസ്സിന് വേണ്ടി മാറ്റി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. നമ്മൾ പല വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി നേരം 10 മിനിറ്റോ അരമണിക്കൂറോ മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അതുപോലെ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ളതിൽ ഒരു ഇത്തിരി സമയം ഇതിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല വിശ്രമം വളരെ പ്രധാനപ്പെട്ടാണ്. സ്ട്രെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാത്രി ആവശ്യമായ ഉറക്കം. ഓരോരുത്തരുടെയും ജോലി ഭാരത്തിനനുസരിച്ചാണ് മിനിമം ഒരു 6 മണിക്കൂറും ഒരു കൊള്ളാവുന്ന രീതിയിൽ ഒരു 8 മണിക്കൂർ വരെ റെസ്റ്റ് വേണമെന്നാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റെസ്റ്റ് കിട്ടണമെങ്കിൽ സ്ട്രെസ് ഉണ്ടാവരുത്. റെസ്റ്റ് എടുത്താൽ മാത്രമേ സ്ട്രെസ് ഒഴിവാകും. അങ്ങനെ മ്യൂച്വലി അത് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ടത്, സ്ട്രെസ് ഒഴിവാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ വ്യായാമങ്ങൾ, കൃത്യമായ മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റെസ്റ്റ്, ഉറക്കവും നിർബന്ധമാണ്. രണ്ടാമതൊരു പക്ഷേ ആളുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഓർക്കുക, പലപ്പോഴും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികമൊക്കെ അവന് പല തവണകളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ കിട്ടിയ സാമ്പത്തികത്തിന് അപ്പുറത്തേക്ക് പലപ്പോഴും ജലസിയാണ്. അപ്പുറത്തെ വീട്ടിലെ ആൾ കാറ് വാങ്ങിയാൽ ഇപ്പുറം വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ കുട്ടികൾ വലിയ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ജലസിയാണ് പലപ്പോഴും ആർത്തി വർദ്ധിപ്പിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തിക മാനേജ്മെൻറ്റ് വലിയ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും ലളിതമായിട്ട് ഇങ്ങനെ പറയാം. ഒന്ന്, നിങ്ങൾക്ക് അതാത് ദിവസം അധ്വാനിക്കാൻ തയ്യാറാവണം. ആ കിട്ടുന്ന എമൗണ്ട് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക, എങ്ങനെ ചിലവഴിക്കണം നമ്മൾ കൃത്യമായിട്ട് അറിയണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വാങ്ങുന്നതിന് പകരം എനിക്ക് വേണ്ടത് തന്നെ വാങ്ങിക്കുക. മറ്റുള്ളവരൊക്കെ ബ്രാൻഡഡ് വാങ്ങിക്കുന്ന വലിയ വിലയെടുത്ത് എന്ന് പറയുമ്പോൾ അതേ ക്വാളിറ്റിയുള്ള പകുതി വിലയ്ക്കോ 1/3 വിലയ്ക്കൊക്കെ നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഡ്രസ്സുകളാണെങ്കിലും മറ്റ് ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എന്തും അങ്ങനെ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കിട്ടുന്ന എമൗണ്ടിൽ ഒരു നിശ്ചിത തുക സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക. അതിന് ധാരാളം ഓപ്ഷൻസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് അത് ചെയ്യുക. അങ്ങനെ സാമ്പത്തിക മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ. എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, വളരെ ദാരിദ്ര്യത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ട് ചെറിയ സാമ്പത്തികം മാത്രം ഉണ്ടായിരുന്നപ്പോൾ വളരെ സന്തുഷ്ടകരമായ ജീവിതമായിരുന്നു. അവർ ആ ജോലിയിൽ, ആ കൂലിയിൽ സന്തുഷ്ടരായിരുന്നു. പിന്നീട് വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ സമ്പത്ത് വരുന്നു. അങ്ങനെ വലിയ സമ്പത്ത് വരുമ്പോൾ അടിച്ച് പൊളിച്ചിട്ട് ഡെയിലി 30,000 50,000 ചിലവാക്കിയ ആളുകൾ എനിക്കറിയാം. അങ്ങനെ ചിലവാക്കിയ ആളുകൾ പെട്ടെന്ന് ബിസിനസ് ഡൗൺ ആകുമ്പോൾ അവരുടെ ജീവിത രീതി അങ്ങനെ തന്നെ ആയിപ്പോവുകയും പഴയ രീതിയിലേക്കോ അല്ലെങ്കിൽ ഇത്തിരി സാമ്പത്തികം കുറഞ്ഞ രീതിയിലേക്കോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. സാമ്പത്തിക മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കണം, പരിശീലിക്കണം. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ പറയുന്ന പ്രശ്നമാണ് സമയമില്ല എന്നുള്ള പ്രശ്നമാണ്. ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ഫാമിലിക്ക് ഇത്തിരി സമയം കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഇത്തിരി സമയം കൊടുക്കാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റുന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസം കല്യാണം വിളിച്ചിട്ട് ഏറ്റവും ബന്ധു വീട്ടിൽ പോലും കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, പറഞ്ഞ വർക്ക് സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല.
പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നം എല്ലാവരും പറയാറുണ്ടെന്നുള്ളതാണ്. സത്യത്തിൽ സമയത്തിൻ്റെ പ്രശ്നമാണ് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും വലിയ കളവ് എന്ന് പറയാവുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മറ്റെല്ലാ കാര്യത്തിലും ദൈവം ആളുകളോടൊക്കെ ബയാസ് കാണിച്ചു എന്ന് വേണം പറയാം. നിങ്ങൾ ജനിച്ച അച്ഛൻ വേറെ ഒരു വലിയ സമ്പത്തുള്ള ഒരാളുടെ മകനായിട്ട് നിങ്ങൾ ജനിക്കുന്നു, വേറൊരാൾ ജനിച്ചിരിക്കുന്നത് വളരെ പാവപ്പെട്ടവൻ്റെ ആണെങ്കിൽ അതൊരു ബയാസാണ്. ഒരാൾ മുതലാളിൻ്റെ മോനായിട്ടും ഒരാൾ പാവപ്പെട്ടവൻ്റെ മോനായിട്ടും ജനിപ്പിച്ചു, ഒരാൾ അമേരിക്കയിൽ ജനിക്കുന്നു, ഒരാൾ ഇന്ത്യയിൽ ജനിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ജാതി, മതം, വലിപ്പം, പിന്നെ കറുപ്പ്, വെളുപ്പ്, നിറം, ഭംഗിയൊക്കെ വെച്ചിട്ട് എല്ലാവരും വ്യത്യസ്തമായിട്ട് ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പലതാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് സമയമാണ്. 24 hours. അത് എനിക്ക് 24 മണിക്കൂറാണ്, നിങ്ങൾക്ക് 24 മണിക്കൂറാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂറാണ്, അമേരിക്കൻ പ്രസിഡൻറ്റിനും സൗദി രാജാവിനും ഒക്കെ 24 മണിക്കൂറാണ്. എല്ലാവർക്കും 24 മണിക്കൂർ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 24 മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സമയം എന്നുള്ളതിന് കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവരത് കാണുക. എന്തായാലും അതിനകത്ത് ഇത്രയേ ഉള്ളൂ, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്നുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരു പ്ലാനർ ഉണ്ടാക്കുക, ഒരു ജേണൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്ത് ആ കാര്യങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 3 8കളാക്കി ഭാഗിക്കുക. 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ ഉല്ലാസത്തിനും. ഉല്ലാസം എന്ന് പറഞ്ഞാൽ അത് ഫാമിലി വിടും, നിങ്ങൾക്ക് ഗെയിം വരും, നിങ്ങളുടെ ജിമ്മ് വരും, നിങ്ങളുടെ എക്സസൈസ് വരും, എല്ലാം അതിനകത്ത് വരും. ആ രീതിയിൽ 3 8 തന്നെ ഇഷ്ടംപോലെ ബാക്കിയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സമയ മാനേജ്മെൻറ്റ് പഠിക്കുക, ടൈം മാനേജ്മെൻറ്റ് പഠിക്കുക, ഉറപ്പായിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മടുപ്പാണ്, ലാക്ക് ഓഫ് മോട്ടിവേഷനിൽ ഒന്നിനും ഒരു താല്പര്യമില്ല. എനിക്ക് വേണ്ട, മതി, എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു മോട്ടിവേഷൻ കുറവുണ്ട്. പലപ്പോഴും ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ചെയ്യാത്ത ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് മോട്ടിവേഷൻ സത്യത്തിൽ എക്സ്റ്റേണൽ മോട്ടിവേഷനേക്കാൾ എത്രയോ ഗുണം ചെയ്യുന്നത് ഇൻറ്റേർണൽ മോട്ടിവേഷനാണ്. അതിന് വേണ്ടത് നമ്മളൊരു ഗോൾ വെക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടാവുക. എന്നിട്ട് ഇന്ന കാര്യത്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്, എനിക്ക് സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത്, കുടുംബത്തിനോട് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അത്, ഇനി അല്ലെങ്കിൽ നാട്ടിൽ പ്രമാണിയാവണമെങ്കിൽ അത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയമാണെങ്കിൽ അത്, നിങ്ങളെ ജോലിയിൽ സ്ഥാനക്കയറ്റമാണെങ്കിൽ അത്, കരിയറിൽ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ ഗോൾ വെച്ചിട്ട് പഠനം മുതൽ എന്തും ആ ഗോളിലേക്കുള്ള യാത്ര ആവുകയും ചെയ്യാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മടുപ്പ് എന്ന് പറയുന്ന മനുഷ്യ സഹജമാണ്. അപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പുതിയ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചാൽ അന്ന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അന്ന് ഉറക്കം പോലും ഇല്ലാത്ത ഒരുപാട് സമയം അതിൽ തന്നെ നമ്മൾ ചിലവഴിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഉപയോഗിക്കും, അത് മടുക്കും. അത് എന്ന് പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ, പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ, പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ എന്തും തുടക്കത്തിലൊരു ഭയങ്കര ആവശ്യം ഉണ്ടാകും, ആ ആവശ്യം ഉണ്ടാവില്ല, പിന്നെ അത് കുറയുന്നുള്ളതാണ്. അങ്ങനെ കുറയുന്ന സമയത്ത് നമ്മൾ അതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഫോണിൻ്റെ കേസിലാണെങ്കിൽ ഫോണിന് ഇടയ്ക്കൊന്ന് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാം, ഇനി അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീൻ ഗ്ലാസ് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ കവറൊന്ന് മാറ്റാം, അങ്ങനെ പുതിയത് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ അവനവന് റിവാർഡ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത ഇന്നത്തെ കാര്യം ചെയ്തു കഴിഞ്ഞു, അതിന് സ്വന്തമായിട്ടൊരു റിവാർഡ് അതങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഞാൻ കൊള്ളാം അല്ലേ എന്ന രീതിയിൽ അങ്ങനെ സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക. ഇത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അടുത്ത അഞ്ചാമത്തെ പ്രശ്നമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഓർത്ത് നോക്കുക, പുതിയ കാലഘട്ടങ്ങളിൽ കെട്ടുകൾവില്ലാത്ത ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ കോമണായി മാറിയതുപോലെയാണ്. ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന ഒരു പൊതുവായിട്ട് മലയാളികൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ക്യാൻസർ അധികരിച്ചു വരുന്നു. ഇതിനൊക്കെ കാരണങ്ങളും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമയമില്ലായ്മ കൊണ്ട് വീട്ടിൽ പിന്നെ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്നതിന് പകരം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോട്ടലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അത്ര ഹെൽത്തി അല്ലാത്ത ഫുഡ്, ജങ്ക് ഫുഡുകൾ കഴിച്ച് ശീലിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അവനവൻ ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, അത് തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കിട്ടുന്നത് മാത്രം കഴിക്കുക എന്നുള്ളത്. അതോടൊപ്പം കൃത്യമായിട്ട് നേരത്തെ മാനസികം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. അത് കൃത്യമായി എല്ലാ ദിവസവും കൃത്യസമയത്ത് കൃത്യസമയങ്ങളിൽ നിശ്ചിത സമയത്തേക്ക് തന്നെ വ്യായാമങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ആരോഗ്യ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ബ്ലഡൊക്കെ ഒന്ന് നോക്കുന്നത്, കൊളസ്ട്രോൾ നോക്കുന്നത്, പിന്നെ ഹൃദയത്തിൻ്റെ ചെക്കപ്പ് നടത്തുന്നത് എല്ലാം നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ചെക്കപ്പ് നടത്തിയാൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിനപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുൻകൂട്ടി നമ്മൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും കഴിയും. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആളുകളെങ്കിലും പലപ്പോഴും സൂചിപ്പിച്ചുള്ള കാര്യമാണ്, ഒറ്റപ്പെടലാണ്. എനിക്ക് ആരുമില്ല, എനിക്ക് കുടുംബത്തിൽ ആരുമില്ല, എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല, സൊസൈറ്റിയിൽ ആരുമില്ല എന്നുള്ളത്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന പലപ്പോഴും ഇൻട്രോവേർട്ട് നേച്ചറുള്ളവരാണ്. ഇൻട്രോവേർട്ട് അല്ല എങ്കിൽ പോലും ജീവിതം ബിസിയായി തുടങ്ങുമ്പോൾ നേരത്തെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ബിസിയായി പോകുന്നു. അപ്പോൾ വൈകുന്നേരം ഒന്ന് കാണാൻ, ഒന്ന് പിന്നെ ടൗണിൽ പോകാൻ, ഒന്ന് ക്ലബ്ബിൽ പോകാൻ, പള്ളിയിലോ അമ്പലത്തിലോ പോകാനൊന്നും കൂടെ ആളില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവരുടെ കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്ക്
കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് വഴി വെക്കുന്നതുകൊണ്ട് നിർബന്ധമായിട്ടും ഒറ്റപ്പെട്ടു പോവാത്ത രീതിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നവും വിളിച്ച് പറയാൻ ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു സുഹൃത്തുണ്ടാവുക, ഒന്നോ അതിലധികമോ സുഹൃത്തുക്കൾ ഉണ്ടാവുക, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ സമയം ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്, പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഘടനയിലെ സജീവ പ്രവർത്തന പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെ, NSS പോലെ, അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ വർക്കുകൾ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും അവരുടെ ഒരു സോഷ്യൽ വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിൽ മെമ്പർ ആവുകയും അവരുടെ കൂടെ വീക്കിലി മന്ത്ലി ഒക്കെ ഒരുമിച്ച് ഏതെങ്കിലും ജോലി ചെയ്യുക, അവരോടൊപ്പമുള്ള കൂട്ടായ്മ കൂടിയിരിക്കുക, ഇത്തരം കാര്യങ്ങൾ ക്ലബ്ബ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എപ്പോഴും ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അടുത്ത മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കുള്ളത് തന്നെയാണ് ഓവർ തിങ്കിങ് ആണ്. അനാവശ്യമായ ചിന്തകൾ ഇങ്ങനെ കയറും. നമ്മൾ ഓർക്കേണ്ട കാര്യം വെച്ചാൽ സംഭവിച്ച കാര്യങ്ങളും അല്ല, ഇനി സംഭവിക്കാൻ പോണ കാര്യങ്ങളും അല്ല, പക്ഷേ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, അങ്ങനെ സംഭവിച്ചാലോ, പിന്നെ രോഗം വന്നാലോ, മരിച്ചു പോയാലോ, കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചാലോ, കൊടുങ്കാറ്റ് വന്നാലോ, പ്രളയം വന്നാലോ, കോവിഡ് വന്നാലോ, മുല്ലപ്പെരിയാർ പൊട്ടിയാലോ, ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അത്തരം ആളുകൾ വളരെയധികം പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് അത് മാറ്റിക്കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും ഓവർ തിങ്കിങ് വരുമ്പോൾ അതൊന്ന് എഴുതി വെക്കുക, എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളെ ചിന്ത പകുതിയായിട്ട് കുറയും. പിന്നെ എഴുതിയതിന് ശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പുച്ഛം തോന്നുന്നത് കാണാം. എന്നിട്ട് അത് കത്തിച്ച് കളയുക. അങ്ങനെ എപ്പോഴൊക്കെയാണോ അനാവശ്യമായ ചിന്തകൾ വരുന്നത് ആ സമയത്ത് അത് എഴുതാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്, അനാവശ്യമായ ചിന്ത ഇങ്ങനെ പോകുമ്പോൾ അപ്പം പിടിച്ച് വെക്കുക. എന്നിട്ട് പറയാം, ഇന്ന് ഞാൻ ചിന്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയം, കാരണം ടൈം മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, അത് രാത്രി 9 മുതൽ 10 വരെയാണ്, അല്ലെങ്കിൽ രാവിലെ 5 മുതൽ 6 വരെയാണ്. എപ്പോഴെങ്കിലും ഒരു ടൈം നിശ്ചയിക്കുക. ആ സമയത്ത് മാത്രമേ ഞാൻ അനാവശ്യമായ ചിന്തകൾ ചെയ്യുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി 23 hours ഫ്രീ ആവുന്നതാണ്. ചെയ്തു നോക്കാവുന്ന നല്ലൊരു പ്രാക്ടീസാണ്. അതുപോലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചയില്ലായ്മയാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിൽ, അമ്മയും അച്ഛനും തമ്മിൽ, പിന്നെ അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, പിന്നെ കാമുകന്മാർ തമ്മിൽ, ഫ്രണ്ട്സ് തമ്മിൽ, അധ്യാപകനും കുട്ടിയും തമ്മിൽ, അങ്ങനെ എവിടെയൊക്കെയാണോ നമ്മൾ റിലേറ്റ് ചെയ്ത് നിൽക്കേണ്ടത് എല്ലാ റിലേഷൻഷിപ്പിലും പലപ്പോഴും വിള്ളലുണ്ടാകും. ബിസിനസ് പാർട്ട്ണർഷിപ്പിലൊക്കെ ഭയങ്കരമായ വിള്ളലുകളുണ്ടാകും. വലിയ ബിസിനസ്സുകളടക്കം പൊട്ടിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഒറ്റ കാര്യമാണ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അത് ബിസിനസ് പാർട്ട്ണർ ആണെങ്കിലും ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും വേറെ ഏത് അർത്ഥത്തിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്നത് ആരോടാണോ ആ ആളോട് ഇന്ന് പറയേണ്ടത് പറഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ബിൽഡപ്പായി വലുതായി വരികയും ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നത് ബ്രേക്കപ്പിൽ കലാശിക്കും. അതിന് പകരം എന്ത് കുഞ്ഞ് ഇഷ്യൂ ആണെങ്കിലും അന്ന് തന്നെ നിങ്ങൾ സംസാരിച്ച് നോക്കുക, പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് കാണാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂവിനുള്ള പരിഹാരം. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകൾക്കും ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ജോലി കിട്ടാത്ത പ്രശ്നമുള്ളവരുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും പഠനം അതുപോലെ പരീക്ഷ എഴുതിയിട്ട് കിട്ടിയവരുടെ പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് വെച്ചാൽ ഒരേ ജോലി 5 വർഷം ചെയ്തു, 8 വർഷം ചെയ്തു, 10 വർഷം ചെയ്തിട്ട് മടുത്തു, ഈ ജോലിയിൽ നിന്നൊരു മാറ്റവും ഇല്ല, എന്തൊരു കഷ്ടപ്പെടാൻ തോന്നുന്നുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടെന്നുള്ളതാണ്. ഈ ജോലി എത്ര കാലം ഞാൻ ചെയ്യുമെന്നും ഇത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊമോഷൻ ഏതാണെന്നും അതിന് ഞാൻ ഏത് ടെസ്റ്റാണ് എഴുതേണ്ടത്, അതിനുവേണ്ടി ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഇനി അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയിൽ ഒരു ജോലി കയറി കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തന്നെ ഡിസ്റ്റൻ്റായിട്ട് PG ചെയ്താൽ എനിക്ക് അടുത്ത ജോലി, അങ്ങനെ ചുരുങ്ങി പറഞ്ഞാൽ ഒരു 10, 30, 40 വർഷം ജോലി ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന കാലത്തൊക്കെ ഓരോ 5 വർഷത്തിലും ജോലി മാറ്റാൻ പറ്റുന്ന രീതിയിൽ പുതുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതും പുതിയത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പിന്നെ കോൺഫിഡൻസും ആ ഒരു സന്തോഷം നിലനിർത്തി പോകാൻ പറ്റും എന്നുള്ളതാണ്. സോ കരിയർ ഗ്രോത്ത് പ്ലാൻ ചെയ്താൽ മാത്രമാണ് കരിയറിലുള്ള മടുപ്പ് ഒഴിവാക്കാൻ പറ്റും. അടുത്തത് എന്തെങ്കിലും ഒരു വിനോദമില്ലാത്തൊരു പ്രശ്നമാണ്. വിനോദം ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കേണ്ട ഏതെങ്കിലും ഒരു വിനോദം, എന്തെങ്കിലും ഒരു കളി, ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം, ഇനി അല്ലെങ്കിൽ ഹോക്കിയോ ഷട്ടിൽ ബാഡ്മിൻ്റൺ, എന്തെങ്കിലും ഒരു കളികളാവാം, ഇനി അല്ലെങ്കിൽ യാത്ര പോകുന്നതാവാം, ഏതെങ്കിലും ഒരു വിനോദം ഉണ്ടാവുകയും അതിന് ഫ്രണ്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളത് അതിനൊരു പരിഹാരമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് മെൻ്റൽ റിലാക്സേഷൻ ഉണ്ടാവുക, മാനസികമായി നേരത്തെ പറഞ്ഞ സ്ട്രെസ്സിനൊക്കെ നല്ല റിലീഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ഹോബിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നേരത്തെ പറഞ്ഞ ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊരു 8 ഹോബി കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹോബി ഡെവലപ്പ് ചെയ്യുക, ആ ഹോബിയിലേക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആവാൻ പറ്റും. ഇങ്ങനെ പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം കൂടെ നമുക്കിവിടെ പറയാവുന്നത് ദേഷ്യമാണ്. ചില ആളുകളുടെ പ്രശ്നം പണ്ടൊന്നും എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്ത് കേട്ടാലും ദേഷ്യം എന്ന് പറയുന്നത് മാനസികമായി പിരിമുറുക്കം വരുമ്പോൾ, ആൻസൈറ്റി വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോൾ എല്ലാവരോടും ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോഴാണ് കുടുംബത്തിൽ ദേഷ്യം വരുന്നത്, മക്കളോട് ദേഷ്യം വരുന്നത്, എല്ലാവരോടും ദേഷ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം എപ്പോഴും ഓർക്കേണ്ടത്, ദേഷ്യം എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു വികാരമാണ്. അതേസമയത്ത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പൊട്ടിത്തെറിച്ച് തന്നെ തീർക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കയ്യിലുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല, ആ സമയത്തൊന്നും സംസാരിക്കാൻ പാടില്ല. ദേഷ്യം എന്ന വികാരം മനുഷ്യന് നല്ലതാണ്, ഒന്നും സപ്രസ് ചെയ്യാൻ പാടില്ല. ആ വികാരം മറ്റേതെങ്കിലും രീതിയിൽ റിലീസ് ചെയ്യുക. എനിക്ക് ദേഷ്യം വരുന്നത് ശരിയല്ല എന്ന ബോധ്യമുണ്ടാവുക. അങ്ങനെ ആവശ്യത്തിന്
മാത്രം ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ദേഷ്യം എന്ന വികാരം മറ്റെല്ലാ വികാരവും പോലെ മനുഷ്യരിൽ വരുന്നൊരു വികാരം മാത്രമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഒരു 11 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കാം. ആ കാറ്റഗറി ഏതാണെന്ന് കണ്ടെത്തുകയും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യാമെന്നുള്ള ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം വീഡിയോകൾ മുമ്പ് ധാരാളം ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.